Hello everyone, welcome back to our YouTube channel School Diaries. നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മാത്സ് 25 മാർക്സിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. Then activity 1, find the answer to the following question. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗർ ഹാസ് ഓൺലി 3 sides? 3 സൈഡ് മാത്രമുള്ള ഫിഗർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഉണ്ട് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദെയർ ഇൻ 1000? 1000ൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 1. ദെൻ മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ മിസ്സിംഗ് നമ്പർ? മിസ്സിംഗ് നമ്പർ ഏതാണ്? ഇത് 195 -205 210 215. അപ്പോൾ നടുക്കുള്ള നമ്പർ ഏതാണെന്നൊന്ന് എഴുതാം. Then fourth question, if there are 9 hundreds and 7 ones, what is the number? അപ്പോൾ 9 hundredsഉം 5 onesഉം ഉണ്ടെങ്കിൽ നമ്പർ ഏതാണ്? ഓപ്ഷൻ എ 95, ഓപ്ഷൻ ബി 905, ഓപ്ഷൻ സി 950, ഓപ്ഷൻ ഡി 509. Then fifth question, how many 2-digit numbers are there in all? ആകെ എത്ര 2-digit numbers ആണ് ഉള്ളത്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 95, ഓപ്ഷൻ ഡി 10. Then activity 2, Adira and her friends are preparing flower beds as a part of Onam celebration. ആതിരയും അവളുടെ ഫ്രണ്ടും ഓണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൂക്കളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ സെഡ് ദാറ്റ് ഓൺലി 6 circles, 4 triangles and 1 square can be used. അപ്പോൾ ആ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ 6 സർക്കിൾസും 4 ട്രയാങ്കിൾസും 1 സ്ക്വയറും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്യാൻ യു ഹെൽപ്പ് ആതിര ആൻഡ് ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൂക്കളം വരയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദ്യം. 5 മാർക്കാണ്. ദെൻ ആക്ടിവിറ്റി 3, സീ ദ നമ്പേഴ്സ് ഇൻ ദ നമ്പർ കാർഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്പർ കാർഡ് തന്നിട്ടുണ്ട് 3, 1, 5, 9. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസ്. എ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ നമ്പേഴ്സ്? അപ്പോൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ 4 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ 3-digit നമ്പർ ഏതാണ്? ഇനി അത് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു നമ്പറിലെ ഡിജിറ്റുകൾ തമ്മിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. Then B question, which is the smallest 3-digit number? ചെറിയ 3-digit നമ്പർ ഏതാണ്? Then C question, write the smallest 3-digit number in words. ഏറ്റവും ചെറിയ 3-digit നമ്പറിന് എന്ത് ചെയ്യുക? വേർഡ്സിൽ എഴുതുക. D question, draw the smallest 3-digit number you found in abacus. നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ചെറിയ 3-digit നമ്പറിന് എന്ത് ചെയ്യുക? അബാക്കസിലേക്ക് മാറ്റി വരയ്ക്കുക. Then activity 4, Diya's father gave her 500 rupees. ദിയയുടെ അച്ഛൻ അവൾക്ക് 500 rupees കൊടുത്തു. Then she went to the textile shop. അവൾ എന്ത് ചെയ്തു? ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. The price list in the shop is given below. അപ്പോൾ പ്രൈസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോന്നിൻ്റെ പ്രൈസും ഉണ്ട്. ചുരിദാർ, ടീഷർട്ട്, ടോപ്പ്, പാൻറ്, ഷർട്ട്, മിഡി, സാരി, ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പോൾ ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ എ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഐറ്റം ഹാസ് ദ ലീസ്റ്റ് പ്രൈസ്? ഏറ്റവും കുറവ് പ്രൈസ് ഉള്ളത് ഏതിനാണ്? ദെൻ വിച്ച് ആർ ദ ഐറ്റംസ് ദാറ്റ് ദിയ ക്യാൻ ബൈ യൂസിങ് 500 rupees കംപ്ലീറ്റ്ലി? 500 രൂപ മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ദിയക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം അത് രണ്ടും എഴുതാം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ബൈ ടോയ്സ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ടോയ് ഈച്ച് ചൈൽഡ് ക്യാൻ ബൈ വിത്ത് ദ എമൗണ്ട് ദേ ഹാവ്. അവരുടെ കയ്യിലുള്ള പണം അല്ലേ, ഓരോന്നും അവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോരാളുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇപ്പുറം കൊടുത്ത് ആ എമൗണ്ടിന് നേരെയുള്ള വെഹിക്കിൾ ഏതാണെന്ന് വെച്ചാൽ എഴുതാം. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കാം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ മുഴുവൻ കുട്ടികളും പരീക്ഷ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.